IPL അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിഘ്നേഷ് പുത്തൂർ നമ്മുടെയൊക്കെ അഭിമാന താരമാണ്. വിഘ്നേഷ് പുത്തൂരിനെ ഈ ക്രിക്കറ്റിന്റെ അതിന്റെ പ്രൊഫഷണൽ രീതിയിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ ഏറെ നിർണായകമായ ഇടപെടൽ നടത്തിയത് അദ്ദേഹത്തിന്റെ അയൽവാസിയായിട്ടുള്ള ഷെരീഫാണെന്ന് അദ്ദേഹത്തിന്റെ കുടുംബവും വിഘ്നേഷും ഒക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഷെരീഫ് ഉസ്താദ് നമ്മോടൊപ്പം ചേരുകയാണ്. ഇവിടെ കൊട്ടക്കലിലെ ഒരു പള്ളിയിൽ ഉസ്താദാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസിൽ താങ്കൾക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ? ഒന്നാമത് ഞാൻ അവൻ്റെ ഗെയിം ഇതുവരെ കണ്ടിട്ടില്ല, നമ്മൾ പള്ളിയിലായതുകൊണ്ട് കണ്ടിട്ടില്ല. ഇൻഷാല്ല പെരുന്നാളിന് ശേഷമാണ് അതൊന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നത്. അവന് പിന്നെ സ്റ്റാറ്റസിലും മറ്റൊക്കെ അറിഞ്ഞു 3 വിക്കറ്റ് എടുത്തു എന്നുള്ളതൊക്കെ അറിഞ്ഞു. ഒക്കെ നല്ല കാര്യം തന്നെ, ഉഷാറായി വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എങ്ങനെയായിരുന്നു ഉസ്താദിന്റെ ഒരു ഇടപെടലുണ്ടായിരുന്നു? കാരണം അവരെ വിഘ്നേഷും അദ്ദേഹത്തിന്റെ കോച്ചും പിന്നെ ഫാമിലിയും ഒക്കെ പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ഒരു ഇടപെടലാണ് ഇതിനൊക്കെ നിർണായകമായത്. എന്തായിരുന്നു ഉസ്താദിന്റെ ഇടപെടലുണ്ടായിരുന്നു? അത് അവരുടെ വിനയം കൊണ്ട് പറയുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നുമില്ല, നമ്മൾ സാധാരണ കുട്ടികളാകുമ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിൽ ഒരാൾ ടാലന്റ് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ആരും ചെയ്യുന്നൊരു ജോലി അത് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ഞാൻ അന്നൊരു ക്യാമ്പിന് പോയിട്ടുണ്ടായിരുന്നു, ക്രിക്കറ്റ് സീരിയസ് ആയിട്ട് കളിക്കുന്ന ഒരു ക്യാമ്പിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാമ്പിൽ നിൽക്കുന്ന സമയത്ത് പിന്നെ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചെടുത്തിരുന്നു, അതിൻ്റെ കോപ്പി ബുക്ക് ഭാഗങ്ങൾ കുറേ പഠിച്ചെടുത്തിരുന്നു. അപ്പോൾ ഇതൊക്കെ നാച്ചുറലി ആരിലുണ്ട്, വിഘ്നേഷിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അവന് ബാറ്റ് ചെയ്യുന്ന രൂപമാണെങ്കിലും ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉള്ള കുട്ടികളൊക്കെ എറിയായിരിക്കും, കൈ മടക്കി എറിയായിരിക്കും. പക്ഷേ ഇവന് അങ്ങനെ നിലവൻ കൈ നിർത്തി എറിയും. അപ്പോൾ നാച്ചുറലി ഒരു ടാലൻ്റ് ഉണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവനോട് പിന്നെ ഇങ്ങനെ ഒരു ക്യാമ്പിനെ കുറിച്ച് മറ്റു കാര്യങ്ങളൊക്കെ എൻ്റെ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ചെറിയ കുട്ടിയായിരുന്നു, 10-11 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആയിക്കോട്ടെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അവൻ്റെ അച്ഛനെയും അമ്മേനെയൊക്കെ കണ്ട് സംസാരിച്ചു. പിന്നെ ഇങ്ങനെ ക്യാമ്പിന് പോയാൽ അവനക്കൊരു ഭാവി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഓൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്ന പോലെ അല്ല ഓൻ ക്രിക്കറ്റ് കളിക്കുന്നത്. ഞാൻ ക്രിക്കറ്റ് വലിയ പ്ലെയർ ആയതുകൊണ്ടല്ല, പക്ഷേ ക്രിക്കറ്റ് പഠിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാകും. അവൻ്റെ കളി കാണുമ്പോൾ ഓരോ ശൈലി കാണുമ്പോൾ ഒക്കെ മനസ്സിലാകും. ആ ഒരു നിലക്ക് ഞാൻ അവൻ്റെ വീട്ടിലുമൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ സാറിൻ്റെ അടുത്ത് അവനെ കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. ഞാൻ സാറിൻ്റെ അടുത്തേക്ക് എത്തിച്ചു. അപ്പം അതിൻ്റെ ഇടയിൽ അവന് ബൗളിങ് അവന് ലെഫ്റ്റ് ഹാൻഡ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ലെഗ് സ്പിൻ എറിയാനായിരുന്നു ഇഷ്ടം, പക്ഷേ എനിക്കത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഇടത് കൈ കൊണ്ട് ലെഗ് സ്പിൻ എറിയുന്ന ആളുകൾ ഇല്ല. പിന്നെ അന്ന് ഒരു ഓസ്ട്രേലിയയുടെ ഒരു ഹോഗ് എന്ന് പറയുന്നൊരു ബോളർ ഉണ്ടായിരുന്നു, അവരെ എനിക്കറിയാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എറിഞ്ഞാലൊരു വെറൈറ്റി ആകും എന്ന് പറഞ്ഞ് അവനെ ഞാനത് കാണിച്ചു കൊടുത്തിരുന്നു. പിന്നെ ഫിംഗർ മോതിര വിരലിൽ പിടിച്ചുകൊണ്ട് തിരിച്ചെറിയാന്ന് കാണിച്ചു കൊടുത്തു. അത് നമ്മൾ ജസ്റ്റ് പറഞ്ഞു കൊടുത്തു, ലെഗ് സ്പിൻ എറിയുന്ന പോലെ പറഞ്ഞു കൊടുത്തു എന്നുള്ളൂ. പക്ഷെ അവനത് ഡെവലപ്പ് ചെയ്തെടുത്തു. അതിൻ്റെ പിന്നാലെ കൂടി സാറിൻ്റെ അടുത്ത് വന്നിട്ട് അതന്നെ അവൻ്റെ ആക്ഷൻ നല്ല സ്പീഡാണ്. അപ്പോൾ അതൊക്കെ സാറ് പിന്നെ ഇതാണ് ഡെവലപ്പ് ചെയ്ത് എടുത്താണ്. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ 2-3 വർഷങ്ങൾ ഒരുമിച്ചായിരുന്നു. എനിക്കൊരു ചെറിയ ബൈക്ക് ഉണ്ടായിരുന്നു, അതിൽ കൊണ്ടുപോകും. ചിലപ്പോൾ ഒക്കെ അവൻ്റെ അച്ഛന് ഉണ്ടാവും, അപ്പോൾ അവൻ്റെ അച്ഛൻ്റെ വണ്ടിയിൽ പോകും. അങ്ങനെ 2-3 വർഷത്തെ ബന്ധം അവനെ കൊണ്ട് നടന്നിങ്ങനെ കളിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഓനാണ് നോർമലി വന്ന് ഇതായതാണ്. അല്ലാതെ ഞാൻ അതിൻ്റെ പിന്നാലെ നടന്ന് അവനൊരു കളിക്കാരനാക്കി എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അവന് ഉയരത്തിലെത്തിയപ്പോൾ ആ ആദ്യ കാലഘട്ടം അവന് ഓർത്തു. അതോ അവൻ്റെ ഒരു നല്ല ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ, അല്ലാതെ എനിക്കതിൽ കൂടുതൽ പങ്കൊന്നും പറയാനില്ല. കളി കഴിഞ്ഞതിന് ശേഷം ഈ ധോണി അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ തട്ടി സംസാരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അത് അദ്ദേഹത്തെ പ്രശംസിച്ചായിരിക്കും എന്ന് ഉറപ്പാണ്. അപ്പോൾ ധോണി പോലത്തെ വലിയൊരു താരം അദ്ദേഹത്തെ പ്രശംസിക്കുന്നു. അങ്ങനെ ധോണിക്കൊപ്പമൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കളി. എന്താണ് അതൊക്കെ തോന്നുന്നത്? അത് സന്തോഷം തോന്നുന്നു. അതിന് ഇത്ര ഉയരത്തിലൊന്നും എത്തുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. പിന്നെ ഞാനൊക്കെ അവൻ്റെ വീട്ടിലിരുന്നിട്ട് കളി കണ്ടിരുന്നു, ധോണിയുടെയും പിന്നെ സച്ചിനും സെവാഗൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ കളി കണ്ടിരുന്നു. അപ്പോഴൊന്നും നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല നമ്മൾ ആ കളി കണ്ട് കുറേ നിരൂപണം പറയുമെന്നല്ലാതെ അവരുടെ കൂടെ കളിക്കാൻ ഇതിനൊന്നും പറ്റുമെന്നുള്ളതൊന്നും നമ്മളത് ചിന്തിച്ചിട്ടില്ല. അത് കണ്ടതിൽ വളരെ സന്തോഷം. ഇനി അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹെയർ തന്നെ. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ആഗ്രഹിക്കുന്നതിനപ്പുറം ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നൊരു സംഗതി ആയിരിക്കില്ല ആ സമയത്തല്ലേ? അതെ, തീർച്ചയായും. പിന്നെ അദ്ദേഹം പിന്നെ ഈ ക്യാമ്പിലൊക്കെ വളരെ സജീവമായിട്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. എങ്ങനെയായിരുന്നു ക്യാമ്പിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ? അത് നമ്മൾ വിജയൻ സാറിന്റെ ക്യാമ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വിജയൻ സാറിന്റെ ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ 2-3 വർഷം അങ്ങനെ കളിച്ചു. പിന്നെ ഞാൻ അണ്ടർ 90 കാറ്റഗറിയിലും കളിച്ചു, അണ്ടർ 14 കാറ്റഗറിയിലും കളിച്ചു. എനിക്ക് അത്ര പെർഫോമൻസ് ഉണ്ടായിരുന്നില്ല അണ്ടർ 19 കാറ്റഗറിയിൽ. പക്ഷെ അണ്ടർ 14 വന്നു, നല്ല പെർഫോമൻസ് ആയി. പിറ്റത്തെ വർഷം ക്യാപ്റ്റനായി. പിന്നെ അണ്ടർ 16 ഓരോ കാറ്റഗറിയിലും നല്ല പെർഫോമൻസ് നടത്തി. ജൂനിയർ കാറ്റഗറിയിലൊക്കെ നല്ല പെർഫോമൻസ് നടത്തി. ഇപ്പോൾ തോന്നുന്നു അണ്ടർ 19 സ്റ്റേറ്റ് ടീമിൽ വരെ വന്നു എന്ന് തോന്നുന്നു. അണ്ടർ 16 എന്തായാലും അവൻ വന്നു, നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ അവനക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സീനിയർ ടീമിലേക്ക് വന്നിട്ടില്ല. ടാലൻ്റ് ഉണ്ട്, പക്ഷേ
അത് ഓരോ ദിവസങ്ങളാണല്ലോ. അതൊരു അള്ളാൻ്റെ ഖദറില്ലാത്തത് കൊണ്ട് അവിടെ എത്തിയിട്ടില്ല എന്നുള്ളൂ. പക്ഷേ നല്ല ടാലൻ്റ് ഉണ്ടായിരുന്നു. അതിപ്പോൾ അത് പ്രകടമാകേണ്ട ഒരു സമയമായി. അപ്പോൾ അത് വന്നു എന്നേ മനസ്സിലാക്കുന്നുള്ളൂ. ഉസ്താദ് ഇപ്പോൾ ക്രിക്കറ്റിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് എങ്ങനെയാണോ മറ്റു മാറ്റമാണോ എങ്ങനെയാണ്? അല്ല, ക്രിക്കറ്റിൽ നിന്ന് മാറി നിന്നു എന്ന് പറയാനൊന്നുമില്ല. ഞാനിപ്പോഴും കളിക്കാറുണ്ട്. പക്ഷേ ഞാൻ സീരിയസ് ക്രിക്കറ്റൊന്നും കളിക്കാറില്ല. ഞാൻ നമ്മളെ ഒരു ഒഴിവ് സമയങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കളിക്കാറുണ്ട്. അപ്പം ഈ സീസണിലും ഒരു 4 മാച്ചോളം കളിച്ചു. KCC കുന്നപ്പള്ളി എന്ന് പറയുന്ന ഒരു ടീമുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ 4 മാച്ച് A ഡിവിഷനിൽ കളിക്കുന്നുണ്ട്. കളിയൊന്നും നമ്മൾ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. നമ്മൾ ഒഴിവ് സമയത്തിനനുസരിച്ചിട്ടും ശനി ഞായറൊക്കെ പോയിട്ടൊക്കെ കളിക്കാറുണ്ട്. കളിയോടൊന്നും നമുക്കെന്തില്ല, ഒരു എതിർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. കളിക്കാൻ മനുഷ്യനല്ലേ, സ്വാഭാവികമായിട്ടും എൻ്റർടൈൻമെൻറ്റ്സ് കാര്യങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മുംബൈയുടെ ടീമിലോട്ടൊക്കെ ക്യാമ്പിലോട്ട് എടുക്കുന്ന സമയത്തൊക്കെ വിഘ്നേഷ് ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ ഇപ്പോൾ കോൺടാക്ട് ഉണ്ടോ, എങ്ങനെയാണ്? അവന് IPL കിട്ടിയ സമയത്ത് തന്നെ ബന്ധപ്പെട്ടിരുന്നു. ഇങ്ങനെ IPL വിളിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് എന്തായാലും പറയുന്നത്, IPL എന്ന് പറഞ്ഞാൽ വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിലൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമായി. അപ്പോൾ അന്ന് മെസ്സേജ് അയച്ചിരുന്നു. പിന്നെ നാട്ടിൽ കാണും, ഓരോന്ന് പറയാറുണ്ട്. ആഫ്രിക്കയിൽ പോയത്, അതുപോലെ തന്നെ ബോംബെയിൽ ക്യാമ്പിന് പോയത്, അതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അപ്പോൾ അവന് പേഴ്സണലി മെസ്സേജ് അയക്കും, കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ പിന്നെ മെസ്സേജും കാര്യങ്ങളും ഇതൊന്നും അങ്ങനെ എടുക്കേണ്ട ഇതൊരു സമയമല്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. വിഘ്നേഷ് പറയുന്നു അദ്ദേഹത്തിന്റെ ഇടപെടൽ നിർണായകമായിരുന്നു. അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് അങ്ങനെ താൻ ഒരു റോളും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഏതായാലും രണ്ടുപേരും വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ മനുഷ്യരായി മാറുകയാണ്. ക്യാമറമാൻ അബിദ് കലായിക്കൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ.